ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷമുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ്. ഒരുപാട് നാളായിട്ട് ഞാനിങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കുറേ ആയി ഇങ്ങനെ വിചാരിക്കണം, വാങ്ങണം വാങ്ങണം എന്ന് കുറേ ആയി നല്ല ആഗ്രഹമായിട്ട് ഇങ്ങനെ നടക്കണം. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ആ സുദിനം വന്നെത്തിയത്. മറ്റേ എന്താ പറയുക, എവരി ഡോഗ് ഹാസ് എ ഡേ എന്നൊക്കെ പറയുമല്ലോ, എന്ന മാതിരി ആ ഡേ എനിക്ക് ഇന്നായിരുന്നു കേട്ടോ. കാരണം ഇത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ടണ്ടടൈൻ. അപ്പോൾ ഇതാണ് കേട്ടോ, ഒരു കുഞ്ഞ് ട്രൈപ്പോഡാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ കുറേ ആയി വിചാരിക്കണം. ഒന്നാമത് ഞാൻ വരയ്ക്കുന്ന വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഞാനൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ട്, അപ്പോൾ അതിൽ വെച്ചിട്ട് അതിങ്ങനെ ഒരു അരിപ്പാത്രത്തിലൊക്കെ കുത്തി വെച്ചിട്ടൊക്കെയാണ് ഞാൻ വീഡിയോസൊക്കെ ചെയ്യാറ്. അല്ലെങ്കിൽ ഓരോ പാത്രത്തിൻ്റെ മുകളിലൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഫോൺ സെറ്റാക്കി വെച്ചിട്ടൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അപ്പോൾ അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ കുറേ ആയി ഞാൻ വിചാരിക്കണം ഇങ്ങനെ വാങ്ങണം വാങ്ങണം എന്നൊക്കെ. അപ്പോൾ എപ്പോഴും ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കും, പിന്നെ ബാക്കടിച്ച് വയ്ക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇത് ഇതാ മറ്റേ ഫോൺ വയ്ക്കണ സുന ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നറിയാണ്ട് മറ്റേ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ മാതിരത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെയാണ് ഞാൻ ആ സ്ക്രൂ ഒക്കെ കണ്ടത് അവിടെ. അപ്പോൾ പിന്നെ അങ്ങനെ സെറ്റാക്കി അങ്ങനെ. അപ്പോൾ ഇത് ഞാൻ തന്നെ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന്. കാരണം തിരിക്കുമ്പോഴൊക്കെ ടൈറ്റ് ആക്കണോ അതോ ഇനി പൊട്ടിപ്പോകുമോ എന്നുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റാക്കി. അപ്പോൾ ഇത്രേ വലിപ്പമുള്ളൂ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചത്. ഇത് ഫോണിൽ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് നല്ല നീളത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഒത്തിരി നീളത്തിലാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറ്റിക്കപ്പെട്ടോ എന്ന് വിചാരിച്ച്, എന്നാലും പിന്നെ കിട്ടിയതിനോണ്ട് ഓണം പോലെ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഓർഡർ ചെയ്തിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു കേട്ടോ. 365 ആണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. അത്രയായിരുന്നു പൈസ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും അത്രയ്ക്ക് ഇത്ര കിട്ടിയല്ലോ എന്ന് ഞാനിങ്ങനെ ആഗ്രഹിച്ചു. ഇതിൻ്റെ ചെറിയ പൈസ കിട്ടാനുണ്ടോ എന്നുള്ളതൊക്കെ അറിയില്ല കേട്ടോ. ഇത് ലൈറ്റൊന്നും അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എന്നാലും ഇത് മതി, ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. പിന്നെയാണ് ഈ സാധനതാ ഇത് ഞാൻ മനസ്സിലാക്കിയത്, ഈ നഗ്നസത്യം ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഇങ്ങനൊരു സെറ്റപ്പ് ഇതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മനസ്സിലായി ഇത് സംഭവം ആ പൈസയ്ക്ക് എനിക്ക് ഭയങ്കര ലാഭം തന്നെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി. അങ്ങനെ അപ്പം ഞാൻ ആ 3 സ്റ്റാൻഡ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ വിഷയം അതല്ല, ഇതങ്ങനെ വെക്കുമ്പോൾ കഞ്ഞിവെള്ളം കുടിക്കാത്ത മാതിരി ഇങ്ങനെ ഒഴുകി ഒഴുകി പോവാണ് കേട്ടോ. അപ്പോഴാണ് പിന്നെയും അടുത്ത സത്യം ഞാൻ മനസ്സിലാക്കിയത്, അത് ലോക്കാക്കി വെക്കണം എന്നുള്ളത്. കാരണം സത്യം പറഞ്ഞാൽ അത്ര എനിക്ക് ഐഡിയ ഉള്ളൂ. ഇതിനെ പറ്റിയിട്ട് എനിക്കങ്ങനെ ഒന്നും അറിയില്ല. ഞാൻ അത് അങ്ങനെ കണ്ടിട്ടൊന്നുമില്ലല്ലോ, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ മനസ്സിലായി എങ്ങനെയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ വേണ്ട ഹൈറ്റ് സെറ്റാക്കി വെച്ചിട്ട് അതിൽ ലോക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അതവിടെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷമായി. അത്ര ഹൈറ്റിലും കൂടി അങ്ങനെ സാധനം കിട്ടിയപ്പോൾ ഇനി ഇത് വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതും കൂടി നോക്കണം. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. എൻ്റെ സന്തോഷം പങ്കുവെച്ചെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെ ഓരോ സ്ക്രൂ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, ഓരോന്നും ടൈറ്റാക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു, ടാറ്റാ.